പയ്യൻ്റെ ഊര്, പയ്യൻ എന്ന് പറയുമ്പോൾ സുബ്രഹ്മണ്യൻ്റെ നാട് എന്ന പേരിലാണ് പയ്യന്നൂർ എന്ന പേരിലേക്ക് നാമം പയ്യന്നൂരിൽ വന്നത്. ഈ പയ്യന്നൂരും പരിസര പ്രദേശങ്ങളിലും ഉള്ള എല്ലാ ഐശ്വര്യങ്ങൾക്കും നിദാനം പയ്യന്നൂർ സുബ്രഹ്മണ്യ സ്വാമി ആണ് എന്നുള്ളതാണ് നമ്മുടെ ഈ പ്രദേശത്തുള്ള മുഴുവൻ ആളുകളുടെയും വിശ്വാസം. ആ വിശ്വാസത്തിന് ഒട്ടും കോട്ടം തട്ടാത്ത വിധത്തിലാണ് ഇവിടെയുള്ള ഓരോ വഴിപാടുകളും കാര്യങ്ങളും ആളുകളുടെ സന്ദർശനവുമൊക്കെ നിരന്തരം ഉണ്ടാകുന്നത്. മലബാർ ദേവസ്വം ബോർഡിൻ്റെ നിയന്ത്രണത്തിലുള്ള ക്ഷേത്രമാണ് പയ്യന്നൂർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം. മലബാർ ദേവസ്വം ബോർഡിൻ്റെ കീഴിൽ ശ്രദ്ധേയവും ക്ഷേത്ര മഹാത്മ്യവും പെരുമ കൊണ്ടും ശ്രദ്ധേയമായ ക്ഷേത്രങ്ങളൊന്നാണ് ഈ ക്ഷേത്രം. ഈ ക്ഷേത്രത്തിൽ മേൽശാന്തി മുതൽ അടിച്ചുതളി ജോലിക്കാരെ വരെ 21ഓളം ജീവനക്കാർ ജോലി ചെയ്യുന്നുണ്ട്. അതുപോലെ ക്ഷേത്ര ഭരണം നടത്തുന്നത് പാരമ്പര്യ ട്രസ്റ്റീസാണ്. മലബാർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ഫസ്റ്റ് ഗ്രേഡ് ക്ഷേത്രമാണിപ്പോൾ. 21 അംഗ പാരമ്പര്യ ട്രസ്റ്റിമാരാണ് ക്ഷേത്രം ഭരിക്കുന്നത്. അതിൽ 15 കാരാള ട്രസ്റ്റിമാരും 6 ഊരാള ട്രസ്റ്റിമാരുമാണുള്ളത്. 6 ഊരാള ട്രസ്റ്റിമാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 മനകളാണ്. 6 മനകളിൽ ഒന്ന് താഴക്കാട്ട് മന, അതുപോലെ കുന്നത്ത് മന, കുഞ്ഞുമംഗലത്ത് മന, തേളക്കാട്ട് മന, തളിയിൽ മന, രേരമംഗലത്ത് മന. ആ മനയിലുള്ള പ്രതിനിധികളാണ് ഭരണ സാരഥികളായിട്ട് വരാനുള്ള 6 മനയിലെ അംഗങ്ങൾ. അതിൽ താഴക്കാട്ട് മനയിലെ അംഗത്തിനെ തിരഞ്ഞെടുപ്പിലൂടെയാണ് തിരഞ്ഞെടുക്കുക. അതെന്ന് പറഞ്ഞാൽ 60 വയസ്സ് വരെയാണ് അവരുടെ കാലാവധി. 60 വയസ്സ് കഴിഞ്ഞാൽ അവർക്ക് ആ അംഗമായിട്ട് തുടരാൻ അനുവാദമില്ല. അതുകൊണ്ട് തന്നെ 18 വയസ്സിനും 60 വയസ്സിനും ഇടയിലുള്ള ആളുകളിൽ നിന്നും ഒരു അംഗത്തെ തിരഞ്ഞെടുക്കുന്നതാണ് അത്. അതുപോലെ കാരാള ട്രസ്റ്റിമാരായ 15 അംഗങ്ങളാണ്. അത് ഉത്തമന്തിൽ, കുറുന്തിൽ, അതുപോലെ കാരണ്ട, എടിച്ചേരി, പൂന്തുരുത്തി. ഈ അംഗങ്ങളിൽ ഈ 5 അംഗങ്ങളുടെ 5 തറവാട്ട് കുടുംബത്തിൽ നിന്നും ഇളമ മൂപ്പ് എന്നിങ്ങനെ 10 അംഗങ്ങളും, പിന്നെ കരിപ്പത്ത്, പാറന്തട്ട, അതുപോലെ വെള്ളോറ, കേളനും, അതുപോലെ തേപ്പത്ത്, അങ്ങനെ 5 സ്ഥാനങ്ങളിൽ നിന്ന് ഓരോ ആളും, അങ്ങനെ 15 കാരാള ട്രസ്റ്റിമാരുമാണ് ക്ഷേത്രഭരണം. ഈ ട്രസ്റ്റ് ബോർഡിൽ 15 കാരാള ട്രസ്റ്റിമാരെ തിരഞ്ഞെടുപ്പിലൂടെയാണ് തിരഞ്ഞെടുക്കുന്നത്. 60 വയസ്സിൽ അവർ പിരിയണം. അതുകൊണ്ട് തന്നെ 18 വയസ്സിനും 60 വയസ്സിനും ഇടയിലുള്ള അംഗങ്ങളായ പുരുഷന്മാർക്കാണ് വോട്ടവകാശം. വോട്ടവകാശം അതിനുള്ള വോട്ടർ പട്ടികയുടെ തയ്യാറാക്കി വെക്കും. അതുപോലെ ആ വോട്ടർ പട്ടികയിലുള്ള 18 വയസ്സിനും 60 വയസ്സിനും ഇടയിലുള്ളവർക്ക് മത്സരിക്കാൻ സാധിക്കും. അവർ ഈ 18 വയസ്സിനും മരിക്കാതെ ഉള്ള എല്ലാവർക്കും വോട്ടവകാശമുണ്ട്. 60 വയസ്സ് വരെയല്ല വോട്ടവകാശം, അവർ മരിക്കുമ്പോഴാണ് അവരുടെ വോട്ടവകാശം. വിളിച്ചാൽ വിളി കേൾക്കുന്ന ദൈവമാണ് സുബ്രഹ്മണ്യ സ്വാമി. ഏത് കാര്യത്തിനും എല്ലാ വിഷമഘട്ടത്തിലും ഞാൻ വിളിക്കുന്നു. ഞാനിവിടെ പയ്യന്നൂർ തന്നെ താമസിക്കാൻ കാരണം പെരുമാളീശ്വരൻ തന്നെയാണ്. എനിക്ക് ഭയങ്കര വിഷമഘട്ടം ഉണ്ടായിട്ടുണ്ടായിന് ഒരു 5 കൊല്ലം മുപ്പട്ടെ. അത് എന്നെ എന്നും ആ വീട്ടിൽ തന്നെ നിൽക്കാൻ ഇടവരുത്തുന്ന പെരുമാൾ തന്നെയാണ്. എല്ലാ കാര്യത്തിനും, ഒരു കാര്യം മാത്രമൊന്നുമല്ല, അത് പറയാൻ കഴിയില്ല. എല്ലാ കാര്യവും ഞാൻ ഇന്നും സുന്ദരമായിട്ട് ജീവിച്ചിരിക്കുന്ന പെരുമാളീശ്വരൻ്റെ കടാക്ഷം കൊണ്ട് മാത്രമാണ്. ഏറ്റവും ആദ്യം എവിടെ പോയാലും, നമ്മിപ്പം ഗുരുവായൂർ പോയാലും ഏത് അമ്പലത്തിൽ പോയാലും ആദ്യം നമ്മൾ പറയുന്നത് പെരുമാളെന്നാണ്. നമ്മളിപ്പം ഗുരുവായൂർ പോയാൽ വേഗം നാരായണസ്വാമി എന്നല്ല പറയല്, പെരുമാളെ വിളിച്ചിട്ടേ നമുക്ക് നാരായണസ്വാമീനെ വിളിക്കാനാവുള്ളൂ. അത്രക്കും നമ്മളെ ജീവനിലും എല്ലാറ്റിലും ഉൾക്കൊള്ളുന്ന ഒരു പെരുമാളീശ്വരൻ തന്നെയാണ്. പെരുമാളെ പറയാണ്ട് ഒരു കാര്യം നമുക്കില്ല, ഇടിയിലെ ജനങ്ങൾക്കില്ല. ഞാനായാലും ആരായാലും
ഇടയിലെ ജനങ്ങൾക്കൊന്നും പെരുമാളെ പറയാത്ത ഒരു കാര്യമില്ല. ആദ്യം പെരുമാളെ പറഞ്ഞിട്ടേ വേറെ എന്ത് കാര്യം നമ്മൾ നടത്തുള്ളൂ. പരശുരാമൽ പ്രതിഷ്ഠാപിതമായ പയ്യന്നൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം ടിപ്പുവിൻ്റെ പടയോട്ട കാലത്ത് ഇവിടുത്തെ സ്വത്തുവകകൾ അപഹരിക്കുകയും അതിനുശേഷം ടിപ്പു സുൽത്താൻ്റെ നേതൃത്വത്തിലുള്ള പടയോട്ട സംഘം ഇതിനെ തീയിട്ട് നശിപ്പിക്കും എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതിനുശേഷം താഴെക്കാട്ട് മനയിലെ ഒരു അമ്മത്തിനു മുമ്പ് ക്ഷേത്രം ഏറ്റെടുക്കുകയും അത് നാട്ടുകാരുടെ സഹായത്തോടെ പുനരുദ്ധരിക്കുകയും ചെയ്യുകയാണ് ഉണ്ടായിട്ടുള്ളത്. അത്രയും പ്രാധാന്യമുള്ള പയ്യന്നൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിന് ഒരുപാട് മഹത്വങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് പയ്യന്നൂർ അമ്പലത്തിലെ ഉപദേവാലയങ്ങളാണ്. പ്രധാനമായും ആദ്യം നമ്മൾ കയറി വരുമ്പം തന്നെ കായ്ക്കാത്ത എലിഞ്ഞു മരമുള്ള ശ്രീ ഭൂതാർ ക്ഷേത്രം ഉപദേവാലയമാണ്. ഭൂതാർ ക്ഷേത്രത്തിൻ്റെ അടുത്തെത്തിക്കാൻ അതിനുശേഷം അവിടെ തോതു കഴിഞ്ഞാൽ പിന്നീട് കന്യാഭോഗമാണ്. ദേവി സങ്കല്പത്തിലുള്ള കന്യാഭോഗവതി നവരാത്രി സമയത്ത് ഇവിടെ സരസ്വതിയായും പൂജിക്കാറുണ്ട്. പിന്നെ അകത്ത് കയറി കഴിഞ്ഞാൽ പരശുരാമൻ്റെ പ്രതിഷ്ഠ, മറ്റ് കേരളത്തിൽ എവിടെയും ഇല്ലാത്ത വിധത്തിലുള്ള പരശുരാമൻ്റെ പ്രതിഷ്ഠയാണ് ഇവിടെയുള്ളത്. പരശുരാമ പ്രതിഷ്ഠ ഉള്ളത് കൊണ്ട് ഇവിടെ ആനയോ പപ്പടം വാട്ടൽ അങ്ങനെയുള്ള മറ്റുള്ള ഒരു കാരണങ്ങളും ഇവിടെ ഇല്ല. ഉത്സവത്തിന് വെടിക്കെട്ടില്ല. ഇങ്ങനെ ഒരുപാട് പ്രാധാന്യങ്ങൾ ഈ അമ്പലത്തിലുണ്ട്. കേരളത്തിലെ പഴനി കഴിഞ്ഞാൽ, അതായത് രണ്ടാം പഴനി എന്ന രീതിയിൽ ഉത്തര കേരളത്തിലെ പഴനി എന്നറിയപ്പെടുന്ന ഒരു മഹാക്ഷേത്രമാണ് പയ്യന്നൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം. ഈ ക്ഷേത്രത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രത്യേകതയിൽ പെരുമാള പ്രതിഷ്ഠ ഏറെ പ്രാധാന്യമുള്ളതാണ്. നിന്നിട്ടാണ് ഇവിടുത്തെ പൂജ. അതായത് ഇവിടുത്തെ പൂജയ്ക്ക് ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാറ്റിനും പ്രത്യേകതയുള്ളത് പോലെ ഇവിടുത്തെ പൂജയും നിന്നിട്ടാണ് ചെയ്യുന്നത്. മേശാന്തി മാത്രമേ പൂജിക്കാറുള്ളൂ. തന്ത്രി ഇല്ലാത്ത സമയങ്ങളിൽ മേശാന്തി അവിടെ പൂജിക്കാറ്. തരണനൂൽ പത്മനാഭുണ്ണി നമ്പൂതിരിപ്പാട് അവർക്ക് അവകാശപ്പെട്ടതാണ് ഇവിടുത്തെ തന്ത്രി കർമ്മം. കേരളത്തിലെ 2 തന്ത്രി കുടുംബങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് തരണനെല്ലൂർ കുടുംബം. അതിലെ തന്ത്രിയാണ് ഇവിടെ പൂജാതി കർമ്മങ്ങൾ നിർവഹിക്കുന്നത്. അത് തന്ത്രി ഇല്ലാത്ത സമയത്ത് നേരത്തെ പറഞ്ഞ പോലെ 3 അവകാശികളായ പൈക്കാട്ട്, പുതുമന, കാരാട് എന്നീ മനകളിലെ 3 മനകളിലെ ഇവരാണ് ഇവിടെ മേശാന്തിമാരായിട്ട് അവതരിപ്പിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ കീശാന്തിമാർ മറ്റുള്ള സ്ഥലങ്ങളിൽ പോലെ ഇവിടെ കയറി പൂജിക്കാൻ പറ്റില്ല. ഇവിടെ ഒരുപാട് പ്രത്യേകതകൾ നേരത്തെ പറഞ്ഞതുപോലെ കീശാന്തിക്ക് ഇവിടെ അവരോധിക്കണം. ആദ്യം ക്ഷേത്രത്തിൽ കൽപ്പിച്ച് തന്ത്രീശനും അല്ലെങ്കിൽ പറഞ്ഞ് മേശാന്തിയുടെ അഭാവത്തിൽ മനയിൽ നിന്ന് ഒരാളും വന്ന് നിന്നിട്ട് വേണം അവരോധിക്കൽ. ഈ അവരോധിച്ചതിന് ശേഷം മാത്രമേ ക്ഷേത്രത്തിനകത്തേക്ക് മേശാന്തിക്കകത്ത് പ്രവേശനമുള്ളൂ. അവരോധിക്കാത്തവർക്ക് കിടക്കാൻ പറ്റില്ല. പഴയ കാലത്ത് ഇത് പുറപ്പെടാശാന്തിയായിരുന്നു കീശാന്തി പോലും. അപ്പോൾ ഇപ്പോൾ അടുത്ത കാലത്ത് അതിൽ ചെറിയൊരു മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. എന്നിരുന്നാലും ഇവിടെ ആചാരാനുഷ്ഠാനങ്ങൾ പഴയ പോലെ തന്നെ വളരെ ഭംഗിയായി നോക്കുന്നുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞ് നിർത്തിയേക്കിലേക്ക് തുടങ്ങാം. ഇതിൻ്റെ ഉപദേവാലയത്തിൽ വരുന്നതാണ് പുറത്ത് കടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പടിഞ്ഞാറ് നടയിലുള്ളതാണ് ശാസ്താവ്. സ്വയംഭൂവായ ഗണപതിയും ശാസ്താവും ഒരു കൂരക്കുള്ളിൽ തന്നെയാണ് 2 വിഗ്രഹങ്ങളും ഉള്ളത്. അതിന് പിറകുവശത്തായിട്ട് വരുന്നത് ക്ഷേത്രപാലൻ്റെ സങ്കല്പം. പയ്യന്നൂർ പെരുമാൾക്ക് ഉണ്ടാകുന്ന, അതായത് ഇതിനൊരു ഐതിഹ്യം കൂടിയുണ്ട്. പെരുമാളെ ക്ഷേത്രപാലനും വൈരജാതനും ഒരുപാട് നീണ്ട സംവത്സരങ്ങൾ തപസ് ചെയ്ത ഒരു ആലും അരയാൽത്തറയും ക്ഷേത്രത്തിൻ്റെ പ്രവേശത്തുണ്ട്. അവിടെ നിന്ന് തപസ് ചെയ്ത് അവിടെ പ്രത്യക്ഷപ്പെട്ടിട്ടാണ് സുബ്രഹ്മണ്യന് ഇവിടെ ഇരിക്കാൻ അനുവാദം കൊടുക്കുന്നത്. അതായത് എന്താണ് ഒരു സങ്കല്പം കൂടിയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സുബ്രഹ്മണ്യൻ്റെ എല്ലാ കാര്യങ്ങളും ക്ഷേത്രപാലനോടെയാണ് പെരുമാൾ അമ്പലത്തിലേക്ക് കടന്നു വരുന്നത്. ഈ അമ്പലത്തിലേക്ക് ഉള്ള മാത്രമേ അതായത് പിറകുവശത്ത് കൂടിയാണ് ഒരു കുഴം അല്ലെങ്കിൽ അപ്പം കുഴം കഴിക്കുന്നുണ്ടെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ പിറകുവശത്ത് കൂടിയാണ് ഇവിടത്തേക്കുള്ള എല്ലാ സാധനങ്ങളും വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു വലിയൊരു പ്രത്യേകതയും ഇവിടെ കാണാനുണ്ട്. മതമൈത്രിക്ക് പേരുകേട്ട ഒരു അമ്പലം കൂടിയാണ് പയ്യന്നൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം. 4 അമ്പലത്തിനകത്ത് എല്ലാ സമയത്തും മറ്റു ജാതി കടക്കാറില്ലെങ്കിലും മതവിഭാഗങ്ങളോട് കടക്കാറില്ലെങ്കിലും ഒരു പ്രത്യേക സമയത്ത് പൻസാരക്കലം പയ്യന്നൂർ അമ്പലത്തിലെ പുത്തരി നാളിൽ ഇവിടുത്തെ പൂജിക്കേണ്ടത് കേളോത്ത് തറവാട്ടിലെ ഒരു മുസ്ലിം തറവാട്ടിൽ നിന്ന് കൊണ്ടുവന്ന പൻസാരയാണ്. അത് ഇവിടെ പൂജിച്ചതിന് ശേഷം ഭക്തജനങ്ങൾക്ക് പ്രസാദമായി നൽകുക ഇവിടുത്തെ അന്നത്തെ ദിവസത്തെ ഒരു പ്രധാനമാണ്. പയ്യന്നൂർ സുബ്രഹ്മണ്യ സ്വാമി ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട പിറന്നാൾ ദിവസമാണ് മേടമാസത്തിലെ അത്തം നക്ഷത്രം. അന്ന് ഇവിടെ കളവ ഉത്സവമായി ആചരിക്കുന്നുണ്ട്. കുങ്കുമപ്പൂ, ചന്ദനം, പച്ചക്കർപ്പൂരം എല്ലാം കൂടി അരച്ച് പെരുമാൾക്ക് ചാർത്തി
ദേവസ്വത്തിൻ്റെ ആ പിറന്നാൾ ദിവസം അന്ന് പിന്നെ ഇത് പെരുമാൾക്ക് ചാർത്തി അത് അന്ന് പിന്നെ 24 വിഭവങ്ങളിലെ ഭക്ഷണം പിന്നെ തയ്യാറാക്കി പെരുമാളുടെ പിറന്നാൾ സദ്യ എല്ലാ ഭക്തന്മാർക്കും പിന്നെ ഇവിടെ കൊടുത്തു വരാറുണ്ട്. അതേപോലെ അകത്ത് വെച്ചിട്ട് നമ്മുടെ പെരുമാളുടെ ആ സമയത്ത് തന്നെ പിന്നെ ഇവിടെ ഇല്ലേ ബ്രാഹ്മണ കുടുംബങ്ങളോടും അവരോടൊപ്പം കൂടിയാണ് പെരുമാൾക്ക് അത് വെച്ച് കഴിഞ്ഞ് പെരുമാൾ അവരെ കൂടെ അത് ഭക്ഷണം കഴിച്ചു. പിന്നെ കൂടാണ്ട് നമ്മളത് പിന്നെ എല്ലാ വരുന്ന ഭക്തജനങ്ങൾക്കും അതൊരു പ്രസാദൂട്ടമായി കൊടുക്കുന്നുണ്ട്. അതിൽ 24 വിഭവങ്ങളിലാണ് വരുന്നത്. പ്രത്യേകിച്ച് 4 തരം ഉപ്പേരി, അതേപോലെ പിന്നെ പരിപ്പ് പ്രഥമൻ ആദ്യമായിട്ട് പിന്നെ ആ ദിവസം മാത്രമേ ആ വർഷം പെരുമാൾക്ക് പിറന്നാൾ ദിവസം കൊടുത്ത് വരാറുള്ളത്. കൂടാണ്ട് പ്രാർത്ഥന കളവമായിട്ടും ഭക്തജനങ്ങളത് 10, 20, 22ഓളം കളവങ്ങൾ പ്രാർത്ഥന കളവമായിട്ടും ഇവിടെ പിന്നെ ദേവസ്വത്തിലേക്ക് പിന്നെ ഭക്തർ അവരെ പിന്നെ ദിവസങ്ങളിൽ നമ്മൾ അത് ചെയ്യാറുണ്ട്. കൂടാണ്ട് പിന്നെ ഈ കളവം എല്ലാ ഭക്തർക്കും പിറ്റേ ദിവസം മുതൽ എല്ലാ ഭക്തർക്കും പിന്നെ കൊടുക്കാറുമുണ്ട്. പെരുമാളയെ ശരണം. എൻ്റെ പേര് ഹരീഷ് മേശാന്തിയാണ്. വൈക്കാട്ട് ഇല്ലെന്നാണ് ഇതിലെ പേര്. പാരമ്പര്യ മേശാന്തിമാരാണ്. ഞങ്ങൾ പാരമ്പര്യമായിട്ട് 3 ഇല്ലക്കാരാണ് മേശാന്തി അവകാശം. വൈക്കാട്, കാരാട്, പുതുമന എന്നീ ഇല്ലങ്ങളാണ്. അതിൽ വൈക്കാടിന് 6 മാസം, പുതുമന, കാരാട് എന്നിവയ്ക്ക് 3 മാസങ്ങളാണ് താവഴിയായിട്ട് വന്നു പോകുന്നത്. പുറപ്പെടാശാന്തി സമ്പ്രദായത്തിലാണ് ഇവിടെ മേശാന്തിമാർ പൂജ കഴിക്കുന്നത്. ഒരു തവണ വന്നു കഴിഞ്ഞാൽ പിന്നെ അടുത്ത മേശാന്തി വരുന്നവരെ പൂജ തുടർന്നുകൊണ്ടേയിരിക്കും. ഇവിടെ നിത്യേന 5 പൂജ, 3 ശീവേലി, പിന്നെ അതാണ് നിത്യദാനങ്ങളായിട്ടുള്ളത്. പിന്നെ തൃക്കാൽത്തൊട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു പൂജാവിധിയാണ് ഇവിടെ. ആദ്യം അഭിഷേകം തുടങ്ങി മലർനിവേദ്യം, തൃക്കാൽത്തൊട്ട് ജപം, അത് കഴിഞ്ഞാൽ പിന്നെ രാവിലെ നേത്രപൂജ, ഉഷപൂജ എന്നിവ നടക്കും. അത് കഴിഞ്ഞാൽ രാവിലത്തെ ഉഷശീവേലി കഴിഞ്ഞാൽ ഒരു 7 മണിയോടുകൂടി പന്തീരടി പൂജ, അത് 8 മണിയോടുകൂടി നട തുറക്കുന്നതാണ്. അത് കഴിഞ്ഞാൽ ഉച്ചപൂജയുടെ തുടക്കമാണ്. പൂജ തുടങ്ങി നവകാഭിഷേകം, പാലാഭിഷേകം ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. അത് കഴിഞ്ഞാൽ ഒരു 9:30 നിവേദ്യ സമയമാണ്. അത് കഴിഞ്ഞാൽ അടച്ചിട്ട് ഉച്ചപൂജ തുറക്കുന്നതാണ്. ഒരു 10 മണിയോടുകൂടി ഉച്ചപൂജ കഴിയും. പിന്നെ ഉച്ചശീവേലി, അത് കഴിഞ്ഞാൽ ഉച്ച 12 മണിയോടുകൂടി നട അടയ്ക്കുന്നതാണ്. പിന്നെ പെരുമാളുടെ വിഗ്രഹം 6 അടി ഉയരത്തിലാണ് ഇവിടെ ഉള്ളത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇതാണത്. പരശുരാമ പ്രതിഷ്ഠയാണ് ഇവിടെ. പരശുരാമൻ 5000 വർഷത്തിൻ്റെ പഴക്കമുണ്ട് ക്ഷേത്രത്തിന്. പൈക്കാടും പയ്യന്നൂർ പെരുമാളും തമ്മിൽ നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടി താലൂക്ക് കുറുമ്പനാട് ദേശത്തിലാണ് പൈക്കാടിലും സ്ഥിതി ചെയ്യുന്നത്. പിന്നെ ഇവിടെ ഞങ്ങളുടെ ഇല്ലത്ത് ഉണ്ണി പിറന്നാൽ ആദ്യം പൂനൂലിട്ട് കഴിഞ്ഞാൽ ആദ്യത്തെ പൂജ കഴിക്കേണ്ടത് പെരുമാളുടെ അടുത്താണ്. എന്നിട്ട് വേറെ എവിടെയും പൂജ കഴിക്കാൻ പാടുള്ളൂ. അരങ്ങേറ്റ പൂജ ഇവിടെ തന്നെയാണ് വേണ്ടത്. ക്ഷേത്രത്തിലെ പ്രധാന വഴിപാട്, ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാട് കളഭ മഹോത്സവമാണ്. കളഭ മഹോത്സവം എന്ന് പറയുമ്പം ഇവിടെ സാധാരണ നിലയ്ക്ക് മെയ് മാസത്തിൽ ആണ് കളഭ മഹോത്സവം ഉണ്ടാകുന്നത്. അത് ഈ കുറച്ച് കാലങ്ങളായി ഒരു കളഭ മഹോത്സവം ഒരുപാട് ഭക്തജനങ്ങൾ, നമ്മുടെ കളഭത്തോടനുബന്ധിച്ച് ഒരുപാട് ഭക്തജനങ്ങൾ 10, 20, 25 ആളുകൾ ഓരോ ദിവസവും ഇവിടെ കളഭം കഴിക്കും. കളഭം കഴിക്കുന്ന ചെറിയൊരു എമൗണ്ട്, 1 ലക്ഷത്തോളം രൂപ ചിലവ് വരുന്ന ഒരു വഴിപാടാണ് പയ്യന്നൂർ പെരുമാളുടെ വഴിപാട്. അത് ഒരു വിശ്വാസം എന്ന നിലയ്ക്ക് എല്ലാ ആളുകളും, പറ്റുന്ന ആളുകളൊക്കെ ആ വഴിപാടുകൾ കൊല്ലത്തിലും ഇവിടെ കഴിക്കുന്നുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മളിവിടെ പ്രധാനമായി നടക്കുന്നത് അപ്പം കൂഴും. അപ്പം കൂഴ് എന്ന് പറയുമ്പം പെരുമാൾക്ക് അപ്പം കൂഴും. അത് ഈ പ്രദേശത്തുള്ള ആളുകൾ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളോ വിഷമങ്ങളോ വരുമ്പം അപ്പം കൂഴത്തിന് പ്രാർത്ഥിക്കും. അത് ഏകദേശം എല്ലാ ദിവസവും ഇവിടെ അപ്പം കൂഴത്തിനൊക്കെ റെസീറ്റ് ആയതായിരിക്കും. അത് ഒരു കൊല്ലം മുമ്പേ ഒക്കെ പറയേണ്ടി വരും. അങ്ങനെയാണ് ചെയ്യാൻ പറ്റില്ല. പയ്യന്നൂർ അമ്പലത്തിനെ കുറിച്ച് വിശേഷാൽ പൂജകൾ പറയുകയാണെങ്കിൽ അപ്പവും കൂഴമാണ് അതിൽ പ്രധാനമായിട്ടുള്ളത്. അതിനുശേഷം തൃക്കാൽത്തൊട്ട് ജപം, നെയ്യമൃത്, തുളസിമാല, നിറമാല, ഈ വിധത്തെയൊക്കെയാണ് അമ്പലത്തിൽ പ്രാർത്ഥനകളായിട്ടുള്ളത്.
അതിൽ കൂടുതൽ എന്തൊക്കെയുണ്ട്, നെയ്യമൃതുണ്ട്, തണ്ണീർമൃതുണ്ട്, അങ്ങനെ കുറേ അലങ്കാരങ്ങളും പെരുമാൾക്ക് ഇഷ്ടമായിട്ട് പൂജകളുമുണ്ട്. പരശുരാമന് നെയ്വിളക്ക് വെക്കാറുണ്ട്, നെയ്വിളക്ക് കത്തിക്കാറുണ്ട്. ഇങ്ങനെ പല ചടങ്ങുകളും പയ്യന്നൂർ അമ്പലത്തിൽ കൃത്യമായി ചെയ്താൽ അതിൻ്റെ ബലം അനുഭവിച്ചറിയും എന്നുള്ളതാണ് പെരുമാളായിട്ട് പറയുന്നത്. തൃക്കാൽ തൊട്ട് ജപം എന്ന് പറഞ്ഞാൽ അത് നടത്തി കഴിഞ്ഞാൽ അതിൻ്റെ പ്രസാദം കിട്ടുക 7 ദിവസത്തിന് ശേഷമാണ്. അത് പെരുമാളുടെ കാല്, മേശാന്തി പെരുമാളുടെ കാല് തൊട്ട് ചെയ്യേണ്ട കർമ്മങ്ങളാണത്. തൊട്ടി ദിവസം പറഞ്ഞിട്ട് അതിൻ്റെ പൂജാദ്രവ്യങ്ങൾ കിട്ടൽ 7 ദിവസത്തിന് ശേഷമാണ് തൃക്കാൽ തൊട്ടി ജപത്തിൻ്റെ. അതൊരു രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പൂജയാണ് പയ്യന്നൂർ അമ്പലത്തിൽ. അപ്പവും കൂഴമാണ് ഒന്നാമത്തെ പ്രധാനമായിട്ടുള്ള പ്രാർത്ഥന പയ്യന്നൂർ അമ്പലത്തിലുള്ളത്. ഇവിടെ വെളുപ്പിന് 3:30 നട തുറക്കുമ്പോൾ പള്ളി ഉണർത്തൽ എന്നാണ് ആ ചടങ്ങിന് പറയാറ്. ശംഖ് വിളിച്ചിട്ടാണ് രാവിലെ നട തുറക്കുന്നത്. ശംഖുനാദം മുഴക്കിയതിന് ശേഷം നട തുറന്നതിന് ശേഷം രാവിലെ 4 മണിക്ക് ദേവൻ്റെ ശംഖാഭിഷേകമാണ്. ഈ ശംഖാഭിഷേകത്തിന് വീക്കൻ ചെണ്ട അഥവാ വലന്തല, ആ വാദ്യമാണ് ഇവിടെ ഉപയോഗിക്കാറ്. അത് കഴിഞ്ഞതിന് ശേഷം ദേവൻ്റെ നേത്രാപൂജ എന്ന് പറയുന്ന പൂജയാണ് ആദ്യമായി രാവിലെ തുടങ്ങുന്നത്. 5:30 രാവിലെ നേത്രാപൂജ തുടങ്ങും. നേത്രാപൂജ, അതിനുശേഷം ഉഷപൂജ. ഈ 2 പൂജകൾക്കും ഇവിടെ എടയ്ക്ക കൊട്ടുകയാണ് ഇവിടുത്തെ പതിവ്. എടക്ക വാദ്യമാണ് ആ 2 പൂജക്കും ഇവിടെ ഉപയോഗിക്കുന്നത്. അതിനുശേഷം രാവിലത്തെ ഉഷശീവേലി 6 മണിക്കാണ്. 6 മണിക്ക് പാണി കൊട്ടി, തിമിലപ്പാണി കൊട്ടിയതിന് ശേഷം ഉഷശീവേലി ആരംഭിക്കും. ഉഷശീവേലി പുറത്തേക്ക് എഴുന്നള്ളിക്കുമ്പോൾ ചെണ്ട, വലന്തല, ചേങ്ങില, നാദസ്വരം, ശ്രുതി എന്നീ വാദ്യങ്ങളോടുകൂടി 3 പ്രദക്ഷിണത്തോടു കൂടിയാണ് രാവിലത്തെ ശീവേലി നടക്കുന്നത്. അതിനുശേഷം പിന്നെ 7 മണിക്കാണ് ദേവൻ്റെ അടുത്ത പൂജ, പന്തീരടി പൂജ എന്ന് പറയും. പന്തീരടി പൂജ എന്ന് പറഞ്ഞാൽ അതിനെ ഉപയോഗിക്കുന്ന വാദ്യങ്ങൾ എടക്ക, ചേങ്ങലയാണ്. അത് കൊട്ടി അഷ്ടപതി പാടുക എന്നുള്ള ഒരു ചടങ്ങാണ് പന്തീരടി പൂജക്ക് വാദ്യം ചെയ്യുന്നത്. അഷ്ടപതി, ജയദേവ കൃതി ഉള്ള അഷ്ടപതി പാടിയതിന് ശേഷം ദേവനെ സ്തുതിച്ചും കൊണ്ടുള്ള കീർത്തനങ്ങളും പാടി വരുന്നുണ്ട്. 8 മണിക്ക് ആ പൂജ അവസാനിക്കും. 7:30 മുതൽ 7 മണിക്ക് പൂജ തുടങ്ങിയാൽ 8 മണിക്കാണ് ആ പൂജ അവസാനിക്കുന്നത്. അതിനുശേഷം വീണ്ടും നവകാഭിഷേകമാണ് ഇവിടുത്തെ ചടങ്ങ്. നവകാഭിഷേകത്തിന് ഇതുപോലെ രാവിലത്തെ പോലെ വീക്കൻ ചെണ്ട, വലന്തലയാണ് ഉപയോഗിക്കുന്നത്. നവകാഭിഷേകം കഴിഞ്ഞാൽ പിന്നെ ദേവനെ ചന്ദനം ചാർത്തി ആഭരണങ്ങളൊക്കെ അണിയിച്ച് രാവിലത്തേൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് അലങ്കാരങ്ങളോടുകൂടിയാണ് ദേവനെ നമുക്ക് കാണാൻ പറ്റുക പയ്യന്നൂർ. അതിനുശേഷം ഉച്ചപൂജ, 10 മണിക്ക് ഉച്ചപൂജ നടക്കും. ഉച്ചപൂജക്ക് വാദ്യം ഉപയോഗിക്കുന്നത് ചെണ്ടമേളമാണ്. ചെണ്ടമേളം, അതിനോടുകൂടി നാദസ്വരം, ശ്രുതി, ഇലത്താളം, വലന്തല എന്നിങ്ങനെയുള്ള എല്ലാ വാദ്യങ്ങളും കൂടിയാണ് ചെണ്ടമേളം ഇവിടെ നടക്കുന്നത്. വീണ്ടും ഉച്ചശീവേലി നടക്കും. 11 മണിയോടുകൂടി ഉച്ചശീവേലി. ഞാൻ രാവിലെ പറഞ്ഞ പോലെ തന്നെയാണ്. തിമിലപ്പാണി കൊട്ടിയതിന് ശേഷം പുറത്തേക്ക് എഴുന്നള്ളിച്ച് മേശാന്തി ബലി തൂകും. ബലി തൂകി കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ പുറത്തേക്ക് എഴുന്നള്ളിച്ച് പുറത്തും ഒരു പ്രദക്ഷിണം, മേശാന്തിയുടെ കർമ്മങ്ങൾ കഴിഞ്ഞതിന് ശേഷം 2 പ്രദക്ഷിണം ചെണ്ടമേളത്തോടുകൂടി അമ്പലത്തിന് ചുറ്റി 2 പ്രദക്ഷിണം വന്നു കഴിഞ്ഞ് ഉച്ചപൂജ കഴിഞ്ഞ് 12 മണിക്കാണ് ഈ ക്ഷേത്രത്തിലെ നട ഉച്ചക്ക് അടക്കുന്നത്. അതുവരെയുള്ള പൂജകൾ, 4 പൂജകൾ അതുവരെ നടന്നു കഴിഞ്ഞു. അതിനുശേഷം വൈകുന്നേരം വിളക്ക് വെച്ചതിന് ശേഷം അസ്തമയത്തിൻ്റെ സമയം നോക്കി വിളക്ക് കൊളുത്തുമ്പോൾ ഇതുപോലെ രാവിലത്തെ പറഞ്ഞതുപോലെ ശംഖ് വിളിക്കുന്ന ചടങ്ങ് നടക്കുന്നുണ്ട്. ശംഖ് വിളിച്ചു കഴിഞ്ഞാൽ പുറത്ത് നാദസ്വര സേവയാണ്. നാദസ്വര സേവ, നാദസ്വരം, ശ്രുതി, താളം, ചെണ്ടയുടെ മറുഭാഗത്ത് കൊട്ടുന്ന വലന്തല എന്ന് പറയും.
വലന്തല ഉപയോഗിച്ചാണ് നാദസ്വര സേവ നടക്കുന്നത്. അത് ഏകദേശം ഒരു 6:30 മണി അസ്തമയത്തിൻ്റെ വ്യത്യാസം അനുസരിച്ച് നടക്കും. 6:30 മണിക്ക് നാദസ്വര സേവ കഴിഞ്ഞാൽ അകത്ത് എടക്ക കൊട്ടിപ്പാടി സേവ എന്ന് പറയും. എടക്ക ചേങ്ങല വെച്ച് എന്നും പല പല ദേവൻ്റെ കീർത്തനങ്ങൾ ധ്യാനികൾ പാടി എടക്ക കൂറ് കൊട്ടുക എന്നുള്ള സമ്പ്രദായമുണ്ട്. പല ക്ഷേത്രങ്ങളിലും ഉണ്ടായിരുന്നതാണ്. ഇന്ന് പല ക്ഷേത്രങ്ങളിലും ആ സമ്പ്രദായം ഇല്ല. പക്ഷേ പയ്യന്നൂർ അമ്പലത്തിൽ ഇന്നും ധ്യാനി പാടി കൂറ് കൊട്ടി കീർത്തനങ്ങൾ പാടുന്ന ചടങ്ങ് ഇന്നും അതുപോലെ നമ്മുടെ പൂർവികന്മാർ ഗുരുനാഥന്മാർ പറഞ്ഞു തന്ന അതേ ആ ചിട്ടയിൽ തന്നെ ഇന്നും പയ്യന്നൂർ അമ്പലത്തിൽ നടന്നു വരുന്നുണ്ട്. കൊട്ടിപ്പാട് സേവ കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഈ ക്ഷേത്രത്തിൽ ദീപാരാധന എന്ന് പറയുന്ന ഒരു ചടങ്ങില്ല. അത് പൂജയോടനുബന്ധിച്ചാണ് ഇവിടെ നടക്കുന്നത്. ദീപാരാധന പൂജയ്ക്കാണ് ഇവിടെ നടക്കുന്നത്. അത് അത്താഴ പൂജയ്ക്ക് ചെണ്ടമേളം തന്നെയാണ്. ഉച്ചപൂജയുടെ അതേ വാദ്യങ്ങൾ തന്നെയാണ് അത്താഴ പൂജക്കും നടക്കുന്നത്. ചെണ്ടമേളത്തോടു കൂടിയാണ് അത്താഴ പൂജ നടക്കുന്നത്. അത് 7:30 മണിക്കാണ് അത്താഴ പൂജയുടെ കർമ്മങ്ങൾ ആരംഭിക്കുക. നിവേദ്യം കൊണ്ടുപോകുമ്പോൾ ശംഖ് വിളിക്കും. നിവേദ്യം കൊണ്ടുപോകുമ്പോൾ ശംഖ് വിളിച്ച് കഴിഞ്ഞ് മേശാന്തിയുടെ അതിൻ്റെ ഉള്ള കർമ്മങ്ങൾ കഴിഞ്ഞ് പൂജ കടക്കുമ്പോൾ 7:30 7:45 8 മണി 8:10 കൂടിയാണ് അത്താഴ പൂജ നട തുറക്കുന്നത്. അതിന് ഇതേ ഉച്ചപൂജയുടെ അതേ സമ്പ്രദായത്തിൽ ചെണ്ടമേളം നടക്കും. അത് കഴിഞ്ഞ് അത്താഴ ശീവേലിയാണ്. അത്താഴ ശീവേലിയോടുകൂടിയാണ് ഈ ക്ഷേത്രത്തിലെ എല്ലാ ചടങ്ങുകളും ഒരു ദിവസത്തെ ചടങ്ങുകൾ അവസാനിക്കുന്നത്. അത്താഴ ശീവേലിയും ഇതേപോലെ തന്നെയാണ്. തിമിലപ്പാണി കൊട്ടി പുറത്തേക്ക് എഴുന്നള്ളിച്ച് ബലിക്കല്ലിൽ ബലി തൂകി മേശാന്തി ബലി തൂകി രണ്ട് പ്രദക്ഷിണം ചെണ്ടമേളത്തോടു കൂടി എല്ലാ വാദ്യങ്ങളോടും കൂടി നാദസ്വരം ശ്രുതി ചേങ്ങില എല്ലാ വാദ്യങ്ങളോടുകൂടി ചെണ്ട വാദ്യങ്ങളോടുകൂടി അത്താഴ ശീവേലി അകത്തേക്ക് എഴുന്നള്ളിച്ചതിന് ശേഷമാണ് ദേവൻ്റെ അലങ്കാരങ്ങളും മറ്റും എല്ലാം അഴിച്ച് ദീപം കെടുത്തി അതിനുശേഷമാണ് 8:30 മണിക്കാണ് രാത്രിയത്തെ നട ഇവിടെ അടക്കുന്ന പതിവ് ഉള്ളത്. ഇന്നും അതുപോലെ തന്നെയാണ് ഇവിടെ നടന്നു വരുന്നത്. വടക്കേ മലബാറിൽ ഏറ്റവും നന്നായി ചിട്ട സമ്പ്രദായത്തിൽ പഴയ ചിട്ടയില്ലാതെ ആ ഒരു ഇതിൽ തന്നെയാണ് ഇന്നും ഇവിടുത്തെ വാദ്യങ്ങളും ഇവിടുത്തെ പൂജകളും എല്ലാ കാര്യങ്ങളും ഇന്നും ഇവിടെ അതുപോലെ നടന്നു വരുന്നത്. അതുപോലെ വിശേഷം എന്ന് പറഞ്ഞാൽ പെരുമാളുടെ പിറന്നാൾ എന്ന് പറയുന്നത് മേടത്തിലെ അത്തം നക്ഷത്രത്തിനാണ് ഇവിടെ കളഭച്ചാർത്ത് ദേവനെ മുഴുവനായി കളഭം ചാർത്തുക എന്നുള്ള ഒരു ചടങ്ങാണ്. അതാദ്യം അത്തം നക്ഷത്രത്തിന് ദേവസ്വം കളഭം എന്ന് പറയും. ദേവസ്വത്തിൻ്റെ ചിലവോടുകൂടി ആ കളഭം ആരംഭിക്കും. അതിനുശേഷം ഒരുപാട് ഭക്തന്മാർ തന്നെ വഴിപാട് നടത്തുന്ന സമ്പ്രദായം ഉണ്ട്. 5, 10, 15 വഴിപാടുകൾ ഉണ്ടാവും എല്ലാ ദിവസവും. അതിനും ഇതുപോലെ വാദ്യങ്ങൾ തന്ത്രിയുടെ നേതൃത്വത്തിലാണ് കളഭച്ചാർത്ത് നടക്കുന്നത്. കളഭം മണ്ഡപത്തിൽ വെച്ച് പൂജിച്ച് ആ പൂജിക്കുന്ന സമയത്ത് മേളം ചെണ്ടമേളം അത് കഴിഞ്ഞ് കളഭം അകത്തേക്ക് കൊണ്ടുപോകുന്നതിന് മുന്നേ പാണി കൊട്ടിയതിന് ശേഷം കളഭച്ചാർത്ത് നടത്തുമ്പോൾ വീണ്ടും മേളം അത് കഴിഞ്ഞ് ഉച്ചപൂജ ഇങ്ങനെയൊക്കെയാണ് ഈ കളഭച്ചാർത്തിൻ്റെ അത് വിശേഷ ഒരു ഇതാണ് അടിയന്തരമാണ്. കൊല്ലത്തിൽ മേടത്തിലെ അത്തം നക്ഷത്രത്തിന് തുടങ്ങി ഭക്തന്മാരുടെ വഴിപാട് കഴിയുന്നത് എത്ര ഉണ്ട് വെച്ച് അത് മുഴുവൻ നടത്തി കൊടുത്തിട്ടാണ് ആ ചടങ്ങ് അവിടെ അവസാനിക്കുന്നത്. പിന്നെയുള്ളത് നമ്മുടെ പെരുമാളുടെ ആരാധനയാണ്. വൃശ്ചിക മാസം സംക്രമത്തോടു കൂടിയാണ് ആരാധന തുടങ്ങുന്നത്. വൃശ്ചിക സംക്രമം മുതൽ വൃശ്ചികം 15 വരെയാണ് ആരാധനയുടെ ഉത്സവ ചടങ്ങുകൾ. അതിനു മുന്നേ 3 ദിവസം മുന്നേയാണ് ക്ഷേത്രം തന്ത്രി വന്ന് ശുദ്ധി കലശം കാര്യങ്ങളൊക്കെ കഴിച്ചതിന് ശേഷമാണ് സംക്രമത്തിന് ആരാധന ശ്രീഭൂതബലി രാവിലത്തെ ശ്രീഭൂതബലിയോടുകൂടി ആരാധന ആരംഭിക്കുന്നത്. ശ്രീഭൂതബലിക്ക് ഇതുപോലെ മരപ്പാണി കൊട്ടി ആണ് പുറത്തേക്ക് എഴുന്നള്ളിക്കുന്നത്. മരം, തിമില, ചേങ്ങില, വലന്തല എന്നുള്ള വാദ്യങ്ങളോടുകൂടിയാണ് ശ്രീഭൂതബലിയുടെ ചടങ്ങ്. അത് 15 ദിവസം ഒരേപോലെ തന്നെയാണ്. ഇവിടുത്തെ ആരാധനയ്ക്കുള്ള പ്രത്യേകത എന്ന് പറയുന്നത് ആനയോ മറ്റുള്ള രാജകീയ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ സാധാരണ തലയിൽ തടമ്പ് തിരുമേനിമാർ തലയിൽ തടമ്പ് എടുത്ത് നിന്ന് അതിന് ഉള്ള വാദ്യങ്ങൾ വൈകുന്നേരത്തെ ശീവേലിക്കാണ് വാദ്യങ്ങളൊക്കെ
ആരാധനയുടെ വാദ്യങ്ങളൊക്കെ നടക്കുന്നത്. പുറത്തേക്ക് ഇറങ്ങി ശിവേലി കഴിഞ്ഞ് ആദ്യത്തെ പ്രദക്ഷിണം കഴിഞ്ഞാൽ അഷ്ടപതി, തകിൽനാസരം, പഞ്ചവാദ്യം, ചെണ്ടമേളം, ഈ 2 പ്രദക്ഷിണത്തോടു കൂടിയാണ് ഉത്സവ കാലത്ത് ഇങ്ങനെ നടക്കുന്നത്. അതാണ് പയ്യന്നൂർ അമ്പലത്തിലെ ഉത്സവം. പിന്നെ ഭഗവതിക്ക് പ്രത്യേകിച്ച് ഭഗവതി അമ്പലത്തിൽ പാട്ട് നിവേദ്യം വെച്ച് പാട്ട് ഉണ്ട്, അതിന് മേളങ്ങൾ. പിന്നെ പുറത്ത് ഭഗവതി തറയിൽ കേളി, തായമ്പക, തകിൽനാസരം, ഇന്ന വാദ്യങ്ങളൊക്കെ കൂടി വളരെ ഗംഭീരമായി വാദ്യത്തിൻ്റെ എല്ലാ കേരളത്തിലെ എല്ലാ വാദ്യക്കാരും വന്ന് വളരെ ഗംഭീരമായി നടത്തുന്ന ഒരു ഉത്സവമാണ് പയ്യന്നൂർ അമ്പലത്തിലെ ഈ 15 ദിവസത്തെ ഉത്സവം. വളരെ ഗംഭീരമായി ഈ വർഷം നവംബർ 16 തൊട്ട് 30 വരെയാണ് ഇംഗ്ലീഷ് ഡേറ്റ്. മലയാളം വൃശ്ചികം സംക്രമം മുതൽ വൃശ്ചികം 15 വരെയാണ്. അങ്ങനെയാണ് എല്ലാ വർഷവും ഇവിടുത്തെ പ്രധാന ചടങ്ങുകളൊക്കെ ഈ നടന്നു വരുന്നത്. മുരുക ശരണം ഭഗവാനെ, നീയേ തുണை ദൈവമേ. ഞാൻ കല്യാണത്തിന് മുമ്പേ ഇവിടെ എൻ്റെ അമ്മയുടെ വീടായത്. കുട്ടിക്കാലം മുതൽ ഇവിടെ വരുന്നതാണ്. അപ്പോൾ കല്യാണം കഴിഞ്ഞിട്ടും ഇവിടെ തന്നെയായി. ദിവസം എനിക്ക് പെരുമാളെ തൊഴാൻ ഭാഗ്യം കിട്ടി. എപ്പോഴും അങ്ങ പോകാൻ മുടിയരുത് എനിക്ക്. അവരെ തുഴപ്പെട്ടതേ ഞാൻ മദ്രാസിലായാലും മലയാളം കുറച്ച് അറിയാത്തതുകൊണ്ടാണ്, ശരിക്ക് സംസാരിക്കാൻ അറിയില്ല. എന്നാലും ആ പെരുമാൾ എത്തിച്ചിട്ട് പഴനിയാണ്ടവരെന്നെ, പഴനിക്ക് പോയിട്ടില്ലെങ്കിലും ഇവിടെ ദിവസം ഞാൻ വരും. അവരെ അനുഗ്രഹം എപ്പോഴും വേണം. നല്ലോണം കടാക്ഷിക്കുന്നുണ്ട് ദൈവം. എനിക്ക് കുറച്ച് കൈക്കെല്ലാം അസുഖം ഉണ്ടായിരുന്നു, അതെല്ലാം മാറ്റി തന്നു. ഓപ്പറേഷനൊന്നും ഇല്ലാണ്ട് തന്നെ മാറ്റി തന്നു. കുറേ എനിക്ക് സഹായം ചെയ്തിട്ടുണ്ട്, ഇനിയും ചെയ്യും. അതേ പ്രാർത്ഥിക്കുന്നില്ല. മക്കളെല്ലാം ഇപ്പോൾ അപ്പൻകുളം ഉണ്ട്. മോളെ അപ്പൻകുളം, അവൾ ബാംഗ്ലൂരാണ്. എന്നാലും ഈ പെരുമാളെ മറക്കുന്നില്ല എല്ലാവരും. എല്ലാ വേണ്ടുതലും ഇവിടെ തന്നെ ചെയ്യുന്നുണ്ട്. ഭഗവാനെ മുരുകാ ശരണം. കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രങ്ങളിൽ ഒന്നായ കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം ആചാര അനുഷ്ഠാനങ്ങൾ പോലെ വാസ്തുവിദ്യയിലും പ്രധാനമറിയിക്കുന്ന ഒരു ക്ഷേത്രമാണ്. പ്രധാന പ്രത്യേകത എന്ന് പറഞ്ഞാൽ ശ്രീകോവിൽ ഗജപൃഷ്ഠാകൃതിയിലാണ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ കൊത്തുശില്പങ്ങളിലും നിരവധി കൊത്തുശില്പങ്ങൾ ക്ഷേത്രത്തിനകത്തുണ്ട്. ഏറ്റവും പ്രസിദ്ധമായ 18 പുരാണങ്ങളിൽ പ്രധാനപ്പെട്ട ബ്രഹ്മാണ്ഡ പുരാണത്തിൽ 25-ാം അധ്യായത്തിൽ പ്രതിപാദിക്കുന്ന സുബ്രഹ്മണ്യപുരി പയ്യന്നൂരിനെ കുറിച്ചാണ് പറയുന്നത്. കള്ളച്ചൂതിൽ പരാജിതനായ ധർമ്മപുത്രർ സഹോദരന്മാരോടൊപ്പം ഗന്ധമാദന പർവ്വതത്തിൽ കഴിഞ്ഞുകൂടുന്ന കാലത്ത് ഗർഗമഹർഷി അവിടെ എത്തിച്ചേരുന്നു. ഗണക ബ്രാഹ്മണൻ്റെ അഭ്യർത്ഥന അനുസരിച്ച് ഗർഗർ ഭാരതവർണ്ണന നടത്തുന്നതിനിടയിലാണ് പയ്യന്നൂർ കടന്നു വരുന്നത്. പയ്യന്നൂരിലെ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം അടക്കം 3 പ്രധാന ക്ഷേത്രങ്ങൾ നിർമ്മിച്ചത് പരശുരാമൻ എന്നാണ് ഐതിഹ്യം. പയ്യന്നൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൻ്റെ വടക്ക് അന്നം വെളിയുന്ന അന്നൂരും, പടിഞ്ഞാറ് തെക്ക് അറബിക്കടലും മൂഷിക രാജവംശവും, കിഴക്ക് പെരിഞ്ചെല്ലൂരും അടങ്ങുന്നതാണ് ഈ ദേശം. പയ്യൻ്റെ ഊര് എന്നാൽ പയ്യന്നൂര് എന്നത്, അതായത് പഴയ കൊക്കാൻശ്ശേരി പയ്യൻ്റെ ഊരായത് കൊണ്ടാണ് പയ്യന്നൂർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവങ്ങളൊന്നാണ് നവംബർ 14 മുതൽ 30 വരെ നടക്കുന്നത്. വിവിധ കലാപരിപാടികൾ കൂടി നടക്കുന്ന ഈ പരിപാടി ഈ പയ്യന്നൂർ പരിസര പ്രദേശങ്ങളിലെ മറ്റ് ക്ഷേത്രങ്ങളെ അപേക്ഷിച്ചിട്ട് നല്ലൊരു ഉത്സവമാക്കി മാറ്റാൻ വേണ്ടി ഭക്തജനങ്ങളുടെയും നാട്ടുകാരുടെയും കമ്മിറ്റിയാണ് രൂപീകരിക്കുക. അതിൽ വളരെ പ്രധാനപ്പെട്ട 2ാമത്തെ ഉത്സവം എന്ന് പറയുന്നത് നമ്മുടെ കളവച്ചാർത്താണ്. ശ്രീ പയ്യന്നൂർ പെരുമാളുടെ പിറന്നാൾ ആഘോഷിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മെയ് മാസത്തിലാണ്. അപ്പോൾ ഇതൊക്കെ നടക്കുന്ന ഈ ക്ഷേത്രത്തിൽ ഭക്തജനങ്ങളുടെ കൂട്ടത്തിരക്കാണ് ഇപ്പം ഉണ്ടാവുക. അതുപോലെ തന്നെ ഈ ഉത്സവാഘോഷത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ 25,000 പേർ അന്നദാനം നടക്കുന്നൊരു കാലഘട്ടം കൂടിയാണ് നമ്മളത്. എത്ര കൊല്ലങ്ങളായിട്ട് ഈ ക്ഷേത്രത്തിൽ 25,000 പേർ അന്നദാനം ഭക്ഷിച്ചാണ് ഈ ഉത്സവം ഇവിടെ പരിപൂർണമായി നമ്മൾ അവസാനിപ്പിക്കുന്നത്. അങ്ങനെയുള്ള ഈ മഹാക്ഷേത്രത്തിൽ ഭക്തജനങ്ങളുടെ തിക്കും തിരക്കും അനുഭവപ്പെടുന്നത് സർവ്വസാധാരണമാണ്. ഇനിയും ഇപ്പം നവീകരണം പൂർത്തീകരിച്ചിട്ടുകൊണ്ടിരിക്കുന്ന വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ക്ഷേത്രത്തിൽ ഇനിയും ഭക്തജനങ്ങളുടെ എല്ലാവിധ സഹകരണങ്ങളും ഉണ്ടാകുന്ന പ്രതീക്ഷയിൽ കൂടിയാണ് ഇതിൻ്റെ ഉത്സവാഘോഷ കമ്മിറ്റിക്കാരും അതുപോലെ തന്നെ ഇതിൻ്റെ ട്രസ്റ്റി ബോർഡും ദേവസ്വം ഒക്കെ മുന്നോട്ട് പോകുന്നത്. ബ്രഹ്മാണ്ഡ പുരാണത്തിൽ പയ്യന്നൂരിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്.
പയ്യന്നൂരിൻ്റെ ദേശാധിപനാണ് പയ്യന്നൂർ പെരുമാൾ. ഈ പയ്യന്നൂർ പെരുമാളുടെ ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പയ്യന്നൂർ ചതുർഗഡി എന്നാണ് പറയപ്പെടുന്നത്. ഈ അഷ്ടമച്ചാൽ ഭഗവതി ക്ഷേത്രത്തിലെ ബലി 8 ദിക്കുകളിൽ ബലി ചെയ്യുന്ന പ്രദേശത്തിൻ്റെ ഉള്ളിൽ ഉള്ള കേന്ദ്ര പ്രദേശമാണ് പെരുമാളുടെ അമ്പലം സ്ഥിതി ചെയ്യുന്ന പയ്യന്നൂർ. ഇതിനുള്ളിൽ പരശുരാമനാൽ പ്രതിഷ്ഠിക്കപ്പെട്ട ക്ഷേത്രമാണെങ്കിലും പരശുരാമ പ്രതിഷ്ഠയുള്ള ക്ഷേത്രം ഈ കേരളത്തിൽ 2 ഉള്ളൂ. അതിലൊന്ന് പയ്യന്നൂർ അമ്പലമാണ്. അതുകൊണ്ട് തന്നെ രാജകീയ പ്രൗഢികളും രാജകീയ ചിഹ്നങ്ങളും പയ്യന്നൂർ പെരുമാൾക്ക് പറ്റില്ല. കൊടിമരം, ആന, അതുപോലെ കുതിര അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഈ പ്രൗഢി ഉള്ള രാജകീയ പ്രൗഢികൾ കാണിക്കുന്ന ഒരു അടയാളങ്ങളും ഈ പയ്യന്നൂർ അമ്പലത്തിൽ ഉപയോഗപ്പെടുത്തുന്നില്ല. പയ്യന്നൂരിൻ്റെ ദേശാധിപനായ പയ്യന്നൂർ പെരുമാൾക്ക് പയ്യന്നൂരിൻ്റെ ചുറ്റുപാടും ഒരുപാട് സ്ഥലങ്ങൾ ഈ ക്ഷേത്രത്തിൻ്റെ ജന്മം ആയിട്ട് ഉണ്ടായിട്ടുണ്ട്. കാങ്കോല്, അതുപോലെ എരമം, പയ്യന്നൂരുള്ള പല പ്രദേശങ്ങളിലും പെരുമാൾക്ക് സ്ഥലങ്ങളുണ്ടായിരുന്നു. വാരവും പാട്ടവും വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ വാരവും പാട്ടവും വന്ന് ആ പടിഞ്ഞാറേ ക്ഷേത്രപാലകൻ്റെ ആ ഭാഗത്ത് നിന്നുമാണ് ക്ഷേത്രത്തിലേക്കുള്ള വരവ് വരിക. അപ്പോൾ വാരവും പാട്ടവും കൊണ്ടുവന്ന് നമ്മുടെ 4 നിലകളോടുകൂടിയ കൊട്ടാരത്തിൽ, അത് അമ്പലത്തിൻ്റെ തെക്ക് ഭാഗത്തായിട്ടുള്ള 4 നിലകളോടുകൂടിയ കൊട്ടാരത്തിലാണ് ഈ നെല്ലുകളെല്ലാം സംഭരിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ വാരവും പാട്ടവും കുടിയാൻ വ്യവസ്ഥയെല്ലാം വന്ന് കാലഘട്ടത്തോടുകൂടി ഈ വാരവും പാട്ടും ഇല്ലാണ്ടായി. ക്ഷേത്രത്തിന് ഇന്ന് നിലവിലുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ഷേത്രത്തിൻ്റെ മതിൽക്കകത്തുള്ള 3.5 ഏക്കർ സ്ഥലം, അതുപോലെ തന്നെ പട്രാട്ട് കോവിൽ 2.5 ഏക്കർ സ്ഥലം, ഈ ക്ഷേത്രത്തിൻ്റെ മുൻവശം മുതൽ ചിറവരെയുള്ള സ്ഥലങ്ങൾ, അതുപോലെ 2 ഏക്കറിൽ മുകളിലുള്ള പയ്യന്നൂരിലെ ഏറ്റവും വിശാലമായ ജലനിബിഡമായ പയ്യന്നൂർ പെരുമാളുടെ ചിറ, ഏത് കാലത്തും വറ്റാത്ത വെള്ളം, ഈ പ്രദേശത്ത് കുടിക്കാനുള്ള വെള്ളം എന്നും നിർത്തുന്നത് ഈ ചിറയിലുള്ള വെള്ളം നിലനിൽക്കുന്നതുകൊണ്ടാണ്. അതുപോലെ നമ്മുടെ ഈ സർക്കാർ സംവിധാനങ്ങളിലേക്ക് വേണ്ടുന്ന ഇപ്പോൾ അഗ്നിശമന സേനകൾക്ക് വരെയുള്ള വെള്ളം ഇപ്പോൾ എടുത്തുകൊണ്ടുപോകുന്നത് നമ്മുടെ ഈ ചിറയിൽ നിന്നാണ്. അതുപോലെ ക്ഷേത്രത്തിൻ്റെ ഈ എംബ്രാം മഠം എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അതിൻ്റെ പിൻഭാഗത്തായിട്ട് ഒരു ചെറിയ കുളമുണ്ട്. അത് ഈ നമ്പൂതിരിമാർക്ക്, ക്ഷേത്രത്തിലെ ശാന്തിക്കാർക്കും അവർക്ക് കുളിക്കാനുള്ള സ്ഥലമാണ്. അതുപോലെ അകത്ത് ഒരു വാലംകുളമുണ്ട്. വാലംകുളം അത് ഒരു കിണറും വട്ടക്കിണറും അതിന് വാല് പോലെ നീണ്ടു നിൽക്കുന്ന ഇറങ്ങിപ്പോകാനുള്ള സൗകര്യത്തോടു കൂടിയുള്ളതാണ് വാലംകുളം. മുമ്പ് ക്ഷേത്രത്തിലെ പാത്രങ്ങളെല്ലാം കഴുകിയിരുന്നത് ആ കുളത്തിൽ വെച്ചാണ്. അതുപോലെ ക്ഷേത്രത്തിനകത്ത് ഈ പറയുന്ന 3.5 ഏക്കർ സ്ഥലത്ത് പെയ്യുന്ന മഴവെള്ളം ഒഴുകിപ്പോവാനുള്ള നമ്മുടെ അരിക്കാച്ചിക്കുളം, അരിക്കാടി ഒഴുകിപ്പോകുന്ന കുളം എന്നുള്ള നിലയിലാണ് അതിന് അരിക്കാച്ചിക്കുളം എന്നുള്ള പേര് വന്നിട്ടുള്ളത്. അതുകൂടാതെ അമ്പലത്തിൻ്റെ സ്ഥലമായിട്ടുള്ളത് നമ്മൾ കതിരുവെക്കും തറയുണ്ട്. അത് മുമ്പ് സെൻട്രൽ UP സ്കൂളുണ്ടായ കേളോത്ത് സെൻട്രൽ UP സ്കൂളുണ്ടായതിന് മുന്നിലുള്ള സ്ഥലമാണ്. അവിടെ ഈ എല്ലാ കൊല്ലവും നിറക്ക് വേണ്ടുന്ന നെൽക്കതിര് അത് മേടം 1-ാം തീയതി വിതക്കും. അതിനുള്ള അവകാശികളെല്ലാം ഉണ്ട്. അവർ വിതച്ച് അതിൽ നിന്ന് എടുക്കുന്ന കതിര് കൊണ്ടുവന്ന് വേണം നിറക്ക് ദേവനും അതുപോലെ ഈ ദേശത്തുള്ളവർക്കെല്ലാം ഈ ദേശത്തുള്ള കാവുകളും കഴകങ്ങളും ക്ഷേത്രങ്ങളിലും എല്ലാം നിറക്കാനുള്ള കതിരുകൾ അങ്ങനെയാണ് ഉണ്ടാക്കുന്നത്.
അത് ക്ഷേത്രത്തിൻ്റെ സ്വന്തം സ്വത്താണ്. അതും അന്യാധീനം കുറേ അന്യാധീനപ്പെട്ടു പോവുകയും ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ തായിനേരി ഒരു ഭക്തൻ ദേവസ്വത്തിലേക്ക് 24 സെൻറ്റ് സ്ഥലം എഴുതി തന്നിട്ടുണ്ട്. അതും ദേവസ്വത്തിൻ്റെ കയ്യിലുള്ള സ്ഥലം തന്നെയാണ്. അതുപോലെ ഈ ക്ഷേത്രത്തിന് ധാരാളം സ്വത്തുണ്ടായതിൽ ഉള്ളത് സംരക്ഷിക്കുക എന്നുള്ളതാണ് ഇപ്പം ഉള്ള കാര്യങ്ങളൊക്കെ. ഈ ചെറിയിലേക്ക് പോകുന്ന വഴി അടക്കമുള്ള സ്ഥലമെല്ലാം ദേവസ്വത്തിൻ്റേതാണ്. ക്ഷേത്രത്തിലെ ഉപദേവാലയങ്ങളിൽ പ്രധാന പങ്കുണ്ട് നാഗാരാധനക്കും. ക്ഷേത്രത്തിൻ്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന നാഗക്ഷേത്രത്തിൽ ആയില്യം ഉത്സവവും അതുപോലെ പ്രതിഷ്ഠാ ദിനവും വളരെ സമുചിതമായി ആഘോഷിക്കാറുണ്ട്. പയ്യന്നൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിന് ഏറെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ക്ഷേത്രമാണ് സോമേശ്വരി ക്ഷേത്രം. സോമേശ്വരി ക്ഷേത്രത്തിൽ ഉത്സവം തുടങ്ങിയാൽ അവിടെ നിന്നും പയ്യന്നൂർ അമ്പലത്തേക്ക് എഴുന്നള്ളുകയും പെരുമാളുടെ അകത്ത് കയറി ഒരു താലി കെട്ടുന്ന ഒരു ചടങ്ങും കൂടിയുണ്ട്. അതിനുശേഷം പുറത്ത് വന്ന് പെരുമാളുടെ മുൻനിർത്തിക്കൊണ്ട് തന്നെ സോമേശ്വരി അമ്മയുടെ തിടമ്പ് നൃത്തമാണ്. മണിക്കൂറുകളോളം നീണ്ടു നിൽക്കുന്ന ഈ തിടമ്പ് നൃത്തത്തിന് അവസാനം കൂടിപ്പിരിയൽ എന്നൊരു ചടങ്ങ് കൂടിയുണ്ട്. വളരെ ഭക്തി നിർഭരമായ ഒരു ചടങ്ങാണ് ഈ കൂടിപ്പിരിയൽ. അതും കാണാൻ നിരവധി ഭക്തജനങ്ങൾ ഈ സമയത്ത് ഇവിടെ എത്താറുണ്ട്. പയ്യന്നൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ആളുകൾക്ക് വരുമ്പോൾ പെരുമാളിനാണ് പറയൽ. ഈ പ്രദേശത്തുള്ളവർ പയ്യന്നൂർ സുബ്രഹ്മണ്യ സ്വാമി പയ്യന്നൂർ പെരുമാളിനാണ് പറയൽ. പെരുമാൾക്കൊരു നെയ്യമൃതം എടുത്ത് വെച്ച് പരശുരാമസ്വാമിക്ക് ഒരു വിളക്കം കത്തിച്ച് കഴിഞ്ഞാൽ നമ്മളെ എല്ലാ പ്രശ്നങ്ങളും തീരും എന്നുള്ളതാണ് നമ്മുടെ ഈ നാട്ടിൻ്റെ വിശ്വാസം.